പാതിവില തട്ടിപ്പിൽ പ്രതി അനന്തു കൃഷ്ണനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിലാണ് കസ്റ്റഡി. ആലപ്പുഴ ജില്ലയിൽ 84 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചിരികൾ. നിഷ, 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടത്. മറ്റു വിവരങ്ങളും സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിലാണ് ഇപ്പോൾ അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ 84 കേസുകളാണ് ക്രൈംബ്രാഞ്ച് മാത്രം അന്വേഷിക്കുന്നത്. ഇതുകൂടാതെ പോലീസ് അന്വേഷിക്കുന്ന കേസുകൾ വേറെയുമുണ്ട്. പൂച്ചാക്കൽ, ചേർത്തല, ഒപ്പം തന്നെ കായംകുളം, കരുനാഗപ്പള്ളി മേഖലകളിൽ, മാവേലിക്കര മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ നടത്തിയത്. പാതിവില തട്ടിപ്പിൽ സാധനങ്ങൾ നൽകാമെന്നും ഒപ്പം തന്നെ സ്കൂട്ടർ മാത്രമല്ല സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിൽ 2 ദിവസത്തേക്ക് ഈ പ്രതിയായ അനന്തു കൃഷ്ണനെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്, പാതിവില തട്ടിപ്പാണ് നടന്നത്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കൂട്ടർ മാത്രമല്ല, വീട്ടു സാധനങ്ങൾ അടക്കം പാതിവിലയ്ക്ക് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത്. മാവേലിക്കരയിലും ഒപ്പം തന്നെ കായംകുളം, ചേർത്തല, പൂച്ചാക്കൽ മേഖലകളിലും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ഈ ഇടനിലക്കാർ വഴി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ട് പോലും പിന്നീടും വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം ഈ തട്ടിപ്പ് സംബന്ധിച്ച പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്ന കോർഡിനേറ്റർമാർ വഴി സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. പരാതിപ്പെടുന്ന ആളുകൾക്ക് ഇനി സ്കൂട്ടറോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ അല്ലെങ്കിൽ പണമാണെങ്കിൽ ആ രീതിയിൽ ലഭിക്കാൻ വൈകും. മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണൻ പുറത്തിറങ്ങിയാൽ മാത്രമേ കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പരാതിയുമായി ആരും മുന്നോട്ട് പോകരുത്. ഇത്തരം കാര്യങ്ങൾ ഈ അനന്തു കൃഷ്ണൻ കസ്റ്റഡിയിലായിട്ട് പോലും, പോലീസിന്റെ കസ്റ്റഡിയിലായിട്ട് പോലും വീണ്ടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങൾ വന്നിരുന്നു. എന്തായാലും പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിലാണ് ഇപ്പോൾ പ്രതിയായ അനന്തു കൃഷ്ണനെ 2 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.